ടൊയോട്ട ഫോർച്യൂണർ നമ്മൾ ടൈമിംഗ് ബെൽറ്റ് 1,50,000 കിലോമീറ്ററിൽ മാറും. അപ്പോൾ ടൈമിംഗ് ബെൽറ്റ് മാറുന്നതിന് മുമ്പ് ഇതുപോലെ ടി ബെൽറ്റ് എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ കത്തിയേക്കും. അപ്പോൾ ആ ടി ബെൽറ്റ് എന്നുള്ള സിമ്പിൾ കത്തിയേക്കുന്ന സമയത്ത് നമുക്കത് അത് ക്ലിയർ ചെയ്യാൻ ടൈമിംഗ് ബെൽറ്റ് മാറിയതിന് ശേഷം ആ ടി ബെൽറ്റ് എന്നുള്ള സിമ്പിൾ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ മീറ്ററിൽ ഈ ട്രിപ്പ് ബട്ടൺ, ഈ ഒരു ബട്ടൺ ഉണ്ട്, കിലോമീറ്റർ ട്രിപ്പ്, ഇതൊക്കെ ഈ ബട്ടൺ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുക. ഇഗ്നിഷൻ കീ ഓഫ് ചെയ്തതിന് ശേഷം ഈ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. ശേഷം ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് തന്നെ ഇഗ്നിഷൻ കീ ഓൺ ചെയ്യുക. ഇഗ്നിഷൻ കീ ഓൺ ചെയ്തുകൊണ്ട് തന്നെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഓക്കെ, ശേഷം റിലീസ് ചെയ്യുക. ബട്ടൺ റിലീസ് ചെയ്തതിന് ശേഷം ഈ ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ 15 എന്ന് കാണിക്കും. 15 എന്നുള്ളത് 1,50,000 കിലോമീറ്റർ എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ശേഷം പ്രസ് ചെയ്യുന്ന ഓരോന്നും പിന്നെ 1, 2, 3 അങ്ങനെ വരും. ഓരോന്നും 10,000 കിലോമീറ്റർ. 10,000, 20,000, 30,000, 40,000, 50,000, 60,000, 20,000, 50,000, 90,000, 1,00,000, 1,10, 1,20, 1,30, 1,40, 1,50, അങ്ങനെ 1,00,000 ആയിക്കഴിഞ്ഞാൽ ഇത് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഓക്കെ, അപ്പോൾ അത് റീസെറ്റായി ശേഷം കിലോമീറ്റർ വരും. അതിന് ശേഷം ഇഗ്നിഷൻ കീ ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കിയാൽ ടൈമിംഗ് ബെൽറ്റിൻ്റെ സിമ്പൽ കാണില്ല. വേണ്ട, ഇവിടെ ടൈം ബെൽറ്റ് സിമ്പൽ വരേണ്ടതാണ്. ഞാൻ ഓൾറെഡി ടൈമിംഗ് ബെൽറ്റ് മാറി. അപ്പോൾ ശേഷം ഓൾറെഡി ഇതിൽ ടൈം ബെൽറ്റിൻ്റെ സിമ്പൽ വന്നിട്ടില്ല ആദ്യം വണ്ടി വരുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ഓൾറെഡി റീസെറ്റ് ചെയ്ത് കൊടുത്തതാണ്. ഓക്കെ.